സത്യം ജയിച്ചു, ദൈവമുണ്ട് എന്ന് തെളിഞ്ഞു, ഈശ്വരൻ നന്ദി എന്നൊക്കെയാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. സത്യം ജയിച്ചു എന്ന് പുള്ളി പറയുമ്പോൾ ഇവിടെ സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർനിർവചിക്കേണ്ടതായിട്ടിരിക്കും. നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചല്ല സത്യം. ഇന്ന് രാവിലെ 11 മണി മുതൽക്ക് സത്യത്തിൻ്റെ അർത്ഥം മാറി, സത്യത്തിൻ്റെ നിർവചനം മാറി. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പണ്ട് തന്നെ തർക്കമുണ്ടായിരുന്നു. ദൈവം ഇല്ല എന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോൾ ലോകത്ത് കൂടുതൽ. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നത്തെ വിധിയിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു റോളുമില്ല എന്ന് ഞാൻ വിചാരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു സിനിമാ നടിയെ തട്ടിക്കൊണ്ട് പോകുന്നു, വളരെ പൈശാചികമായ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങളെടുക്കുന്നു, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. PT തോമസ് എന്ന ഒരു ജനപ്രതിനിധി സമയത്ത് ഇടപെട്ടതുകൊണ്ട് അതൊരു പരാതിയുടെ രൂപത്തിൽ പോലീസിന് മുമ്പിൽ വരുന്നു. പോലീസ് പ്രതികളായ കുറേ പേരെ അറസ്റ്റ് ചെയ്യുന്നു. കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ 1 മുതൽ 6 വരെ പ്രതികളാണ്. അവരെ എല്ലാവരും ശിക്ഷിക്കാൻ കോടതി തീരുമാനിച്ചു. അപ്പോൾ അവിടെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ഇല്ലാത്ത കുറ്റകൃത്യത്തെക്കുറിച്ചല്ല പോലീസുകാർ കേസുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യം നടന്നു, അതിൽ 1 മുതൽ 6 വരെ പ്രതികൾക്ക് പങ്കുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടു. 6 പേരെ ശിക്ഷിച്ചു. 8ാം പ്രതിയാണ് നമ്മുടെ പ്രിയങ്കരനായ ജനപ്രിയ നായകൻ. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പര്യാപ്തമായത്ര തെളിവുകളില്ല. ഈ നീതിന്യായ കോടതിയിലെ കാര്യങ്ങളൊക്കെ കുറച്ച് വിചിത്രമാണ്. നമ്മൾ സാധാരണ ടെലിവിഷൻ ചാനലിൽ നിന്ന് പറയുന്ന പോലെയോ ചായക്കടയിൽ നിന്ന് തർക്കിക്കുന്ന പോലെയല്ല. അവിടെ തെളിവുകൾ വേണം, കൃത്യമായ തെളിവുകൾ വേണം, സാക്ഷിമൊഴികൾ വേണം, രേഖകൾ വേണം, മറ്റു തരത്തിലുള്ള തെളിവുകൾ വേണം. ഇന്ന ആളാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിച്ചാൽ പോരാ. ആ ആൾ തന്നെയാണ് കുറ്റം ചെയ്തത്, അയാളല്ലാതെ വേറെ ആരും ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. അത് മാത്രമല്ല, ഗൂഢാലോചന പോലുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കുക വളരെ ദുഷ്കരമാണ്, മിക്കവാറും അസാധ്യവുമാണ്. അപൂർവത്തിൽ അത്യപൂർവമായിട്ട് മാത്രമേ ഗൂഢാലോചനയ്ക്കൊക്കെ തെളിവ് കിട്ടാറുള്ളൂ. ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാവും, പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കേസിൽ നമുക്കറിയാലോ, വെറും ഒരു കുന്നുംപക്കര രാമേന്ദ്രനോ അല്ലെങ്കിൽ CH അശോകനോ മാത്രം വിചാരിച്ചാൽ TP ചന്ദ്രശേഖരനെ പോലൊരു നേതാവിനെ കൊല്ലിക്കാനായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് വാടക ഗുണ്ടകളെ കൊണ്ടുവരാൻ കഴിയുകയില്ല. ദാദാപുരത്ത് കൊച്ചിയത്തുള്ള ചില ഗുണ്ടകളെ ഉപയോഗിച്ച് വേണമെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിക്കാരെ ഉപയോഗിച്ച് ചന്ദ്രശേഖരനെ വേണമെങ്കിൽ ഇല്ലായ്മ ചെയ്യാം. പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ടിയുടെ ഉയർന്ന നേതാക്കന്മാർ തമ്മിൽ ആശയവിനിമയം നടത്തണം. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തമ്മിൽ ആലോചിച്ച് കൃത്യമായ തീരുമാനം പൊളിറ്റിക്കലായിട്ട് AKG സെൻറ്ററിൽ എടുത്താൽ മാത്രമേ ഇങ്ങനൊരു ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. പക്ഷേ അതിനൊന്നും തെളിവ് കണ്ടെത്തുക സാധ്യമല്ല. അതിനൊക്കെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മന്ത്രിസഭയിലിരിക്കുന്ന ചില ആളുകളൊക്കെ സെൻട്രൽ ജയിലിൽ കിടക്കുമായിരുന്നു. അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടിയിരുന്ന പല ആളുകൾ അന്നും ഇന്നും മന്ത്രിസഭയിലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് സാധാരണ രീതിയെക്കുറിച്ചാണ്. വേറൊരു ഉദാഹരണം പറയാം. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു അറിയാമോ? 4 പ്രതികളുണ്ടായിരുന്നു. 2 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഒരാൾ സത്വന്ത് സിംഗ്, മറ്റേ ബിയാൻ സിംഗ്. ബിയാൻ സിംഗിനെ അപ്പം തന്നെ വെടിവെച്ചു. സത്വന്ത് സിംഗിനെ വെടിവെച്ച് മാരകമായിട്ട് മുറിവേൽപ്പിച്ചു. അദ്ദേഹത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അദ്ദേഹത്തിൻ്റെ മുറിവ് ഭേദമാക്കിയതിന് ശേഷം വിചാരണ ചെയ്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തി തൂക്കിക്കൊന്നു. പിന്നെ 3ാമത്തെ പ്രതി കെഹാർ സിംഗ് ആയിരുന്നു, 4ാം പ്രതി ബൽബീർ സിംഗ് ആയിരുന്നു. ഈ 2 പറഞ്ഞ സിംഗുമാരും നേരത്തെ പറഞ്ഞ 2 സിംഗുമാരുമായിട്ട് ആലോചിച്ചിട്ടാണ് കുറ്റകൃത്യം ചെയ്തത് എന്നാണ് പറയുന്നത്. ഇതിൽ കെഹാർ സിംഗിൻ്റെ പേരിലുള്ള കുറ്റം തെളിഞ്ഞു. അദ്ദേഹത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും തൂക്കിക്കൊല്ലാൻ വെച്ചു. സുപ്രീം കോടതി അത് ശരിവെച്ചു, അദ്ദേഹത്തെ തൂക്കിലേറ്റി. 4ാം പ്രതി ബൽബീർ സിംഗ് ഉണ്ടല്ലോ, ബൽബീർ സിംഗിനെ വിചാരണ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി, ഹൈക്കോടതി ശരിവെച്ചു. പക്ഷേ സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റാരോപണം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. ബൽബീർ സിംഗ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ രാജ്യം കണ്ട ഏറ്റവും ശക്തിയായ ഭരണാധികാരിയെ കൊലപ്പെടുത്തിയ കേസിലെ കാര്യം പറഞ്ഞു. 4 സർദാർജിമാർ കൂടിയിരുന്ന് വട്ടം കൂടി ആലോചിച്ച് ഇന്ദിരാഗാന്ധിയെ കൊന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നില്ല. അങ്ങനെ തോന്നാൻ പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ വലിയ ആസൂത്രണമുണ്ട്, വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ മുന്നൊരുക്കമുണ്ട്. വെറുതെ ബിയാന്ത് സിംഗ് തോക്കെടുത്ത് ഇന്ദിരാഗാന്ധിയൊക്കെ വെടിവെക്കുകയല്ലേ ചെയ്തത്. അതിനപ്പുറത്തേക്കുള്ള അന്വേഷണം നടത്താൻ, അതിനപ്പുറത്തേക്കുള്ള
ഗൂഢാലോചന കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. ദിലീപിനെ വെറുതെ വിട്ടതിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. നേരെ പറഞ്ഞ് അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നുമായിരുന്നു. അപ്പോൾ അത്ഭുതകരമായ ഒന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അവർക്കെതിരെ ശക്തമായ മൊഴികളുണ്ട്, മറ്റ് സാഹചര്യ തെളിവുകളുണ്ട്. അവരെ 6 പേരെയും കോടതി ശിക്ഷിച്ചു. ശിക്ഷ വിധിച്ചിട്ടില്ല, വിധിക്കാൻ പോണു. നേരെ മറിച്ച് ദിലീപ് എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ മുഖ്യ ആസൂത്രകൻ. ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്ന ആൾ, ഗുണഭോക്താവ് ആർക്ക് വേണ്ടിയാണ് പൾസർ സൂരി ഈ ത്യാഗം അനുഷ്ഠിച്ചത് എന്ന് വെച്ചാൽ പൾസർ ആത്മസുഖത്തിന് വേണ്ടി ചെയ്തതല്ല. അദ്ദേഹം ദിലീപിൻ്റെ സുഖത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും ദിലീപ് കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. ഇത് മനസ്സിലാകാതെയാണ് ചില ആളുകൾ അയ്യോ ഈ രാജ്യത്ത് നീതിയുടെ സൂര്യൻ അസ്തമിച്ചു, ഇവിടെ ആകെ അന്ധകാരമാണ്, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ വിലപിക്കുന്നത്. അവൾക്കൊപ്പം എന്നൊക്കെ പോസ്റ്റ് ഇടുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പരിധിയും പരിമിതിയും പരാജയവുമാണ് ഈ കേസ് മാത്രമല്ല ഇതുപോലുള്ള എല്ലാ കേസുകളും എന്നുള്ളതാണ് സത്യം. ഇനി ഇവിടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. ദിലീപ് ഉച്ചസൂര്യനെ പോലെ കത്തിജ്വലിക്കുന്നു. 9 കൊല്ലത്തെ അജ്ഞാതവാസം കഴിഞ്ഞ് വനവാസം കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകം അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്നൊക്കെ തട്ടിവിടുന്ന ചില, ഞാനവരെ കുറിച്ച് എന്താ പറയട്ടെ, എരപ്പാളികൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, എംബോക്കികൾ എന്ന് പറഞ്ഞാലും പോരാ, കുറച്ചുകൂടി കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിലധികവും ചില BJPക്കാരും BJP ചിന്താഗതിയുള്ള ആളുകളുമാണ് എന്നുള്ളതാണ് അതിൻ്റെ കൗതുകകരമായിട്ടുള്ള വേറൊരു വശം. കാരണം ഈ ദിലീപിനോട് എതിർപ്പുള്ള പട്ടാഞ്ചേരി മാഫിയ എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കൂട്ടം ചലച്ചിത്ര പ്രവർത്തകരുണ്ട്. അവരുടെ താല്പര്യാർത്ഥം കെട്ടിച്ചമച്ച കേസാണിത്. അല്ലെങ്കിൽ യാതൊരു പങ്കാളിത്തവുമില്ലാത്ത കേസിൽ ദിലീപിനെ പ്രതിയാക്കി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയിലുള്ളതുകൊണ്ട്. പക്ഷേ വസ്തുത അതല്ലാന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം, ദിലീപിനും അറിയാം, കേസ് വിധിച്ച ജഡ്ജിക്കും അറിയാം. ജഡ്ജിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറ്റം തെളിയിക്കണമെങ്കിൽ രേഖകൾ വേണം, തെളിവുകൾ വേണം, സാക്ഷിമൊഴികൾ വേണം. അതൊക്കെ ഈ കേസിൽ താരതമ്യേന കുറവായിരുന്നു. ഇപ്പോൾ ഹണി വർഗീസിൻ്റെ സ്ഥാനത്ത് അഡ്വക്കേറ്റ് ജയശങ്കറാണ് ജഡ്ജിയെന്ന് വിചാരിക്കും. എന്നാൽ പോലും ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകൾ കോടതി മുമ്പിൽ എത്തിയിട്ടില്ല. ഇതാണ് സത്യം. അതിന് ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറെ കുറ്റപ്പെടുത്തിയിട്ടോ കേരള പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യവുമില്ല. ദിലീപിനെ പ്രതിയാക്കിയാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദിലീപിനെ വെറുതെ വിട്ടതിനും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മുടെ നീതിന്യായ സംവിധാനം ആ രീതിയിലായിപ്പോയി. അതുകൊണ്ടാണ്. നേരെ മറിച്ച് പൾസർ സൂര്യയെ വെറുതെ വിട്ടിരുന്നെങ്കിൽ നമുക്ക് പല ആൾക്കാരും കുറ്റപ്പെടുത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പൾസറിനെ ശിക്ഷിച്ചു, കൂടെയുള്ള ബാക്കി കൊഞ്ഞാടന്മാരെയും ശിക്ഷിച്ചു. അവർ പണത്തിന് വേണ്ടി ചെയ്തവരാണ്. ഇത് ചെയ്യിച്ച ആൾ ഇതാ ദൈവം ഉണ്ട്, ദൈവം രക്ഷിച്ചു, സത്യം ജയിച്ചു, നീതി നടപ്പായി എന്നൊക്കെ വാഗ്ധോരണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു, വായ്ത്താരി മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും സഹിക്കുക മാത്രമേ മാർഗമുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് ആരെങ്കിലും പഴിക്കണമെങ്കിൽ അതിജീവിതം അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടെ അനുഭവമുള്ള ആളുകൾക്ക് ആരെങ്കിലും പഴിക്കാറുണ്ടെങ്കിൽ അത് നമ്മുടെ തലവിധിയെക്കുറിച്ചും നമ്മുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചും മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി വായ്ത്താരി മുഴക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പുച്ഛമാണോ പരിഹാസമാണോ അതല്ല അവജ്ഞയാണോ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി ചേർന്ന ഒരു വികാരമാണ് തോന്നുന്നത്. സത്യം ജയിച്ചു എന്ന് ദിലീപ് പറയുമ്പോഴും നമുക്കറിയാം സത്യം തോറ്റു, സത്യം ജയിക്കുകയില്ല. ഇതിപ്പോൾ പല യോഗ്യന്മാരും നമ്മുടെ ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ അടക്കം സത്യമേവ ജയതേ എന്നാണ് ആ പോസ്റ്റ് ഇട്ടുള്ളത്. എന്തൊരു പോഷ്കാണെന്ന് ആലോചിച്ചു. സത്യമേവ ജയതേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യം ഒരിക്കലും ജയിക്കുന്നില്ല, സത്യം ഒരിക്കലും ജയിക്കുകയില്ല എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിപര്യം ഇതാണ്. ഏതായാലും ഈ ദിലീപിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് രാഹുൽ ഈശ്വർ ഇല്ല എന്നുള്ളതാണ് ഈ സന്തോഷവേളയിലും ഇതുപോലുള്ള ആളുകളെ ദുഃഖിപ്പിക്കുന്നത്. എല്ലാ ചാനലിലും പാഞ്ഞു നടന്ന് ദിലീപിന് വേണ്ടി വാദോരാതെ വാദിച്ച ഇപ്പോൾ രാമപിള്ള വക്കീൽ വായിച്ചെങ്കിൽ പുള്ളി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക വായിച്ചിട്ടാണ് വാദിച്ചത്. ഒരു പൈസ പോലും പ്രതിഫലം പറ്റാതെ ഈ ത്യാഗബദ്ധതയെ നേട്ടം താഴ്മതാന അഭ്യുന്നതി എന്ന് പറഞ്ഞ് ദിലീപിന് വേണ്ടിയിട്ട്
നിഷ്കാമകർമ്മം ചെയ്ത പാവം രാഹുൽ ഈശ്വർ ഇത് കാണാൻ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് ലഡു കഴിക്കാനും നിവൃത്തിയില്ല. കാരണം ഇപ്പം ലഡു കഴിച്ചാൽ നിരാഹാരം അവസാനിച്ചേ ഉടനെ കഴിച്ചാൽ വയറിന് പിടിക്കുകയില്ല. ഏതായാലും ജയിലിൽ നിന്ന് വന്നിട്ട് പുള്ളി ദിലീപുമായി ചേർന്ന് വലിയൊരു ആഘോഷം നടത്തും. അപ്പോൾ നമുക്ക് അതിൽ പങ്കുചേരാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. സത്യമേവ ജയതേ എന്ന് ഞാൻ പറയുന്നില്ല. ജയ് ഹിന്ദ്.